നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. ബിടെക് KTU ഈ വാക്ക് പറയുമ്പോൾ തന്നെ ബിടെക്കിലെ പിള്ളേർ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ പിള്ളേരാണെങ്കിൽ KTU എന്ന് കേൾക്കുമ്പം തന്നെ സിരകളിൽ രക്തം ഓടും അല്ലെങ്കിൽ പാഞ്ഞു പോകുമെന്നൊക്കെ പറയുന്ന പോലെ KTU എന്ന് പറയുന്ന വാക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അതുപോലെ നല്ലൊരു രീതിയിൽ തുടങ്ങാനിരുന്ന സംരംഭം പാളിപ്പോയതാണ് KTU. എന്തായാലും KTUവിൻ്റെ S3 എക്സാം, മാത്സിൻ്റെ എക്സാം, ബാക്കിയുള്ള എക്സാമിലോട്ട് നമ്മൾ കയറിയിട്ടില്ല. മാത്സിൻ്റെ എക്സാം അതികഠിനമെന്നാണ് ഒരു നല്ല ശതമാനം കുട്ടികൾ പറയുന്നത്. അത് A ബാച്ചിനായാലും ബാക്കിയുള്ള ബാച്ചിനായാലും മാത്സ് നല്ല ടഫാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, +1 +2 പഠിച്ചു വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി അല്ലേ ക്വസ്റ്റ്യൻ ഇടുന്നത്? അധ്യാപകരുടെ കഴിവ് തെളിയിക്കാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ പിന്നെ അതിനകത്ത് കാര്യമില്ലല്ലോ. ഇതിപ്പം വലിയ നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണെന്ന് കാണിക്കാൻ വേണ്ടി അധ്യാപകർ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ കുട്ടികളുടെ അസാധാരണമായ തലങ്ങളിലേക്ക് ഞങ്ങൾ ഊഴ്ന്നിറങ്ങി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുട്ടികൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടാനുള്ളൊരു നമ്മൾ ടീച്ചിങ് പ്രൊഫഷനിൽ ഇങ്ങനൊരു സാധനമുണ്ട് മക്കളെ. അതായത് B.Edഉം M.Edഉം അതിന് ബിടെക്കുകാരാണെങ്കിലും ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഈ നോക്കുന്ന അധ്യാപകർ ഇങ്ങനെല്ലാം ഉണ്ടല്ലോ. നമുക്ക് 50% ഈസി ആയിരിക്കണം 100% ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 25% അത്യാവശ്യം ആവറേജ് ക്വസ്റ്റ്യൻ ആയിരിക്കണം, ബാക്കി 10% ഡിഫിക്കൽട്ട് ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ വെരി ഡിഫിക്കൽട്ട് പെർസെൻറ്റേജ് വളരെ കുറഞ്ഞിരിക്കണം. ഇതങ്ങനല്ല, ഇത് പൊട്ടിയിരിക്കണം. 100ൽ 99% ക്വസ്റ്റ്യനും ഞങ്ങൾ നല്ല വെരി ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇതുവരെ ഒറ്റ കുട്ടികൾക്ക് എഴുതാൻ പറ്റരുത്, നിങ്ങൾ തോറ്റിരിക്കണം. ഇതാണ് KTUവിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലക്ഷ്യം മാറ്റാതെ കേരളത്തിലെ ഒരു കോളേജുകളും പൂട്ടിപ്പോകും. പാവം പിടിച്ച കുട്ടികൾ കഷ്ടപ്പെട്ട് ഒരുപാട് വിഷനോടുകൂടിയാണ് പാവം പിടിച്ച കുട്ടികൾ വരുന്നത്. അവർക്കും പഠിക്കുന്നതിൻ്റെ ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. പഠിച്ചിട്ട് പോകുക എന്നുള്ളതല്ലേ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യൻ ടഫായി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് എക്സാം എഴുതുക, പലരും ഡ്രോപ്പ് ഔട്ടാകും. ഇതിന് കിടന്ന് കോളേജുകാർ കിടന്ന് കരയുകയും ഗവൺമെൻറ് കിടന്ന് കരയുകയും വിദ്യാഭ്യാസം കിടന്ന് കുട്ടികളില്ലെന്ന് പറഞ്ഞ് കരയുകയും ചേട്ടുന്ന ഒരു കാര്യമില്ല. ആകെ പലയിടത്തും CS മാത്രമേ ഓടിപ്പോകുന്നുള്ളൂ. ഇത് സത്യമാണ്, പരമാർത്ഥ സത്യം തന്നെയാണ്. അന്നേരം ഇനി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അത് ദയവ് ചെയ്ത് KTUവിലെ അധികാരികൾ അല്ലെങ്കിൽ പേപ്പർ നോക്കുന്നത്, ഞാനൊക്കെ പേപ്പർ വാല്യുവേഷൻ ഉണ്ടായിരുന്നതാണ് KTUവിൻ്റെ തുടക്കത്തിലെ വർഷത്തിന് 2015. പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഒരു വളരെ കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം അന്നൊക്കെ പേപ്പർ വാല്യുവേഷൻ 45 മാർക്കാണ് ജയിക്കാൻ ഫിസിക്സൊക്കെ. ഞാൻ ഫിസിക്സ് അധ്യാപകനാണ്. 45 മാർക്ക്, 43, 44 മാർക്ക് കിട്ടുന്ന നമ്മുടെ അടുത്തിരിക്കുന്ന അധ്യാപകർ ഒരു മാർക്ക് കൂട്ടി കൊടുക്കത്തില്ല, അവരെങ്ങനെ തോപ്പിക്കും. ഞാൻ പേര് പറയാത്തത് ശരിയല്ലല്ലോ. പക്ഷേ ഈ രീതിയൊക്കെ മാറ്റണം. ഇപ്പം പരീക്ഷ അത്യാവശ്യം ടഫാണ്, ലിബറലാകണം വാല്യുവേഷൻ. നല്ല ശതമാനം കുട്ടികളും ജയിക്കട്ടെ. തോക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ പരീക്ഷകളെല്ലാം നടത്തുന്നത്. എല്ലാ കുട്ടികൾക്കും പൊതുവെ പാടുള്ള പരീക്ഷ നമ്മൾ വാല്യുവേഷൻ ലിബറലാക്കി 1% ഇത്ര ശതമാനം കുട്ടികളെങ്കിലും മിനിമം ജയിക്കാനുള്ളൊരു നിർദ്ദേശം വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി കേരളത്തിലെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് ബിടെക് BSc, അതായത് ആർട്സ് ആൻഡ് സയൻസ് കോളേജൊക്കെ ഒരുമാതിരി പൂട്ടിയ നിലയിലാണ്. അധ്യാപകരാണ് കൂടുതലും, കുട്ടികൾ കുറവാണ്. ഈ 25 അധ്യാപകരും 3-4 കുട്ടികൾ എന്നൊക്കെ ഉള്ളതായി പല ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ. അന്നേരം ബിടെക് ഇങ്ങനെ ആയി പോകാതിരിക്കാൻ പഠിപ്പിക്കുന്ന അധ്യാപകരും ഉന്നതതല യോഗം ഇതിൻ്റെയൊക്കെ കൂടുന്നവരെല്ലാം ശ്രദ്ധിച്ചാൽ S3 മാത്സുകാരെ ഒന്ന് രക്ഷിക്കാം. അവരെ കുറച്ച് മാർക്കൊക്കെ ഒന്ന് ലിബറലാക്കി ഒന്ന് വാല്യുവേഷൻ ചെയ്താൽ കുട്ടികളൊക്കെ ജയിച്ചു പോകും. ഇതൊരു സാധാരണ അധ്യാപകരാണ്, ഞാനൊരു സാധാരണ ഭാഷയാണ്. നമുക്ക് തോന്നുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഈ പരീക്ഷ എഴുതുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് കൊടുക്കൂ. അത് നമ്മൾ +2 ആയാലും നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് വേണ്ടേ? അന്നേരം നിങ്ങൾ ഈ കാണുന്ന ബിടെക്കിലെ കുട്ടികളുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യം തോന്നുകയാണ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു മാഷ് എന്നുള്ള രീതിയിൽ ന്യായമായ കാര്യങ്ങൾക്ക് ന്യായമായ രീതിയിൽ സംസാരിക്കുന്നുള്ള ഉറപ്പാണ്. നിങ്ങൾക്കുള്ള എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരും, അത് ഉറപ്പാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ എവർ ഗീവ് അപ്പ്. KTU വിജയിക്കട്ടെ.